ബഹുമാനപ്പെട്ട അംഗങ്ങളെ, ഭരണസമിതി അംഗങ്ങളെ, ഇന്ന് നായർ സർവീസ് സൊസൈറ്റിയുടെ 112ാമത് ജന്മദിനമാണ്. 1914 കേരളത്തിലെ നായന്മാരുടെ ഉന്നമതിക്ക് വേണ്ടി രൂപീകൃതമായ ഈ സംഘടന ഇതര മതസ്ഥർക്ക് കൂടി അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും അവരുടെ ഭാവി നന്മയ്ക്കും വേണ്ടി രൂപം കൊടുത്തതാണ് നമ്മുടെ സംഘടന. നായർ സർവീസ് സൊസൈറ്റിയുടെ ആ പ്രവർത്തന പന്ഥാവിനിടയിൽ കേരളത്തിൽ രൂപീകൃതമായ ഒരു ബോർഡാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ആ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രഥമ പ്രസിഡന്റ് നമുക്കെല്ലാം ആദരണീയനും നമ്മോടൊപ്പം നിന്നില്ലാത്തതും ആയ നമ്മുടെ ആചാര്യൻ ശ്രീ മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിൻ്റെ കാലത്താണ് വൈക്കം സത്യാഗ്രഹം, അതുപോലെ തന്നെ ഗുരുവായൂർ സത്യാഗ്രഹം. എന്തിനു വേണ്ടിയായിരുന്നു ഇതെല്ലാം? അതെല്ലാം ജനനന്മയ്ക്ക് വേണ്ടിയും അധകൃതരുടെ ഉന്നമനത്തിനും വേണ്ടി അവർക്ക് ക്ഷേത്രപ്രവേശനം നടത്തുന്നതിനുള്ള സൗകര്യം ചെയ്യുന്നതിനൊക്കെ വേണ്ടിയായിരുന്നു ആ സമരങ്ങളെല്ലാം അദ്ദേഹം നയിച്ചത്. ഞാൻ പറഞ്ഞു വന്നത്, ഇതര സമുദായങ്ങൾക്ക് വേണ്ടി കൂടി പ്രവർത്തിക്കുന്ന ഈ സംഘടന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ അതിൻ്റെ 112ാമത് ജന്മദിനമാണെങ്കിൽ 112ാമത് ജന്മദിനം ആഘോഷിക്കുന്ന ഈ നല്ല വേളയിൽ പോലും നമ്മുടെ പ്രവർത്തകരുടെ ഒരു വലിയ ഒരു സാമീപ്യം അല്ലെങ്കിൽ സഹകരണം ഈ സംഘടനയ്ക്ക് ഇപ്പോൾ ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കും. ഏതായാലും എല്ലാ കാലത്തും ഇതിൻ്റെ ബഹുമാന്യായ സെക്രട്ടറി ശ്രീ ഗോപനും അതുപോലെ തന്നെയുള്ള ജോയിൻറ്റ് സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകർ ഈ സംഘടനയ്ക്ക് വേണ്ടി നന്നായി പ്രവർത്തിക്കുന്നു എന്നുള്ളത് ഈ കാരാട്ടുപള്ളിക്കര NSS കരയോഗത്തിൻ്റെ ഇന്നേ വരെയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ആകത്തുകയാണ്. നേരത്തെ ഞാൻ സൂചിപ്പിക്കുവാൻ ആഗ്രഹിച്ചൊരു കാര്യം, നമ്മളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി പിന്നോക്കമായിട്ട് നിൽക്കുന്ന ജയ് NSS.